ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. LBS ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം കുട്ടികൾ അവരുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഇതെല്ലാം കൊടുത്ത് ഹോം പേജിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. അത് കണ്ട് പലരും ടെൻഷനായി, ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൽ തെറ്റുണ്ടോ, ഇനി ഒന്നുകൂടി അപ്ലോഡ് ചെയ്യണമോ, അക്ഷയയിൽ പോയി ചോദിക്കണമോ, എന്താണ് സംഭവം എന്നുള്ളത്. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ LBS വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യില്ല. എല്ലാ കുട്ടികളും അപ്ലോഡ് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും LBS നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുന്നതും അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്ത് ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഹോം പേജിൽ കാണിക്കുന്നത്. ആ സമയത്തും നിങ്ങളുടെ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് ആണെന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും തെറ്റുണ്ടാകും. അത് മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആ സമയത്ത് ശ്രദ്ധിക്കണം. ഇനി വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്നാണ് സ്റ്റുഡൻസിന് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫേം ഓപ്ഷൻ വരുന്നതായിരിക്കും. ആ കൺഫേം ഓപ്ഷൻ നിങ്ങൾ കൊടുക്കണം. അതായത് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുകയും വേണം. അതിനുള്ളൊരു സമയവും വരും. എന്തൊക്കെയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതുമായിരിക്കും. LBS ആപ്ലിക്കേഷൻ്റെ അവസാന ഡേറ്റ് വരുന്നത് ജൂലൈ 2-ാം തീയതിയാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഡേറ്റ വെരിഫൈ ചെയ്ത് കാണാൻ സാധിക്കുന്ന സമയമെന്ന് പറയുന്നത് ജൂലൈ 20-ാം തീയതിയാണ്. ആ സമയത്ത് വേണം നിങ്ങൾ ഡേറ്റ വെരിഫൈഡ് കംപ്ലീറ്റഡ് ആണോ നോട്ട് കംപ്ലീറ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട്. ഈ ഡേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതും അറിയിക്കുന്നതായിരിക്കും. ഈ ജൂലൈ 20-ാം തീയതി വരുന്ന വെരിഫിക്കേഷനിൽ നിങ്ങളുടേത് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൽ തെറ്റായിരിക്കും. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമെന്ന് പറയുന്നത് 25 ജൂലൈ വരെ നിങ്ങൾക്ക് തരുന്നുമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് 7/8/2026 ഓഗസ്റ്റിലാണ് വരുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് 14/8/2026. അത് കഴിഞ്ഞ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയം എന്ന് പറയുന്നതും 14/8/26 ടു 18/8/26 5 മണി വരെയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് 19-ാം തീയതിയാണ്. ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ അഡീഷനായിട്ട് കൊടുക്കാം, റീഅറേഞ്ച്മെൻറ്റും ചെയ്യാം. അതിനുള്ള ടൈം തന്നിരിക്കുന്നത് ഓഗസ്റ്റ് 19-ാം തീയതി തൊട്ട് ഓഗസ്റ്റ് 30-ാം തീയതി വരെയാണ്. കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 1/9/2026 അതായത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ടോക്കൺ ഫീസ് അടയ്ക്കാം. പിന്നെയും ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റിന് സമയം തന്നിട്ടുണ്ട്. അത് 5 സെപ്റ്റംബർ 2026 വരെയാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. പിന്നെയും നിങ്ങൾക്ക് ടോക്കൺ ഫീ അടയ്ക്കാനുള്ള അവസരമുണ്ട്. ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. അത് 11/9/2026 വരെയാണ്. അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 15/9/2026. ഫീ റെമിറ്റൻസ് വരുന്നത് 17/9/2026. കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് സെപ്റ്റംബർ 19-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും മറ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റുകളും ഒക്കെ നടക്കുന്നത്. അതായത് കുറച്ച് ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇത് വരുന്നത്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റും അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഡിസംബർ വരെയും ആകാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഡേറ്റ് ചേഞ്ചസ് ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ഡേറ്റ് തന്നെയാണ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ചേഞ്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.